നടക്കുന്നിടത്തേക്ക് പൊന്നുമോനെ കൊണ്ടുപോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. അതാണ് പരിശുദ്ധമായ മദീന. മൻ ശാഅ അൻ യമുത് ബിൽ മദീന ഫൽയമുത് ബിഹാ. ചില ആളുകൾ ചോദിക്കാറില്ലേ, ഇങ്ങനെ തലമറക്കൽ സുന്നത്താണെങ്കിലോ എന്റെ തൊപ്പിയിട്ട് സുന്നത്താണെങ്കിലോ? ചോദിക്കട്ടെ പൊന്നു സഹോദരന്മാരെ, ഒന്ന് ശമാഇൽ തുർമുദി ഹദീസ് എടുത്തു നോക്കി. നിബിധങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ട്, സ്വല്ലല്ലാഹു തൊപ്പി മാത്രം. ചില സമയത്ത് തൊപ്പി വെച്ചിട്ട് കൂടെ തലപ്പാവ് കെട്ടിയിട്ടുണ്ട്. നിബിധങ്ങൾ തലപ്പാവ് മാത്രം കെട്ടിയിട്ടുണ്ട്. ഹബീബിന് കറുത്ത തലപ്പാവുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിലില്ലേ? അതൊക്കെ വേഷല്ലേ? സുബ്ഹാനല്ലാഹ്, ഹബീബിന്റെ വേഷം കെട്ടലല്ലേ മറ്റു വേഷത്തെക്കാൾ നല്ലത്. ഫാൻസും ഷർട്ടും ഇട്ട് പഠിപ്പിച്ചത് പാശ്ചാത്യനാണ്. കോണം കെട്ടുന്ന നാട്ടുകാരായ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഇന്ത്യയുടെ വേഷം പോലുമല്ല പാൻറ്റും ഷർട്ടും. പക്ഷേ നമ്മൾ എതിർക്കുകയല്ല. ഹബീബ് ധരിച്ച വസ്ത്രം എടുക്കാൻ ധൈര്യപ്പെടാതെ, സന്തോഷം കണ്ടെത്താതെ അതിനെ പുച്ഛിച്ചു തള്ളുകയും തലമറക്കൽ ഇസ്ലാമിൽ നിന്ന് പറയുകയും തലപ്പാവ് കെട്ടൽ നിങ്ങൾ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സാധുവായ എന്റെ സഹോദര, യൂറോപ്പുകാരൻ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാളും എമ്പാടും നല്ലത് അഷ്റഫുൽ ഖൽഖ് ധരിച്ച വസ്ത്രമല്ലേ? ഇതിൽ സംശയമുണ്ടോ? അങ്ങനെ ആലോചിച്ചാൽ പോരെ. എന്തിനാണ് ഈ കളിയാക്കൽ? എന്തിനാണ് ഈ കൊഞ്ഞനം കാണിക്കൽ? എത്ര കാലമാണ് മനസ്സിൽ ഈ കൊഞ്ഞനം കാണിക്കൽ കൊണ്ടു നടക്കുക? എല്ലാം പുച്ഛം, എല്ലാത്തിനോടും പുച്ഛം, എല്ലാം ശിർക്ക്, എല്ലാം അനിസ്ലാമികം. ഇങ്ങനെ പറയരുത് സഹോദര, പറയല്ലേ. ഇത് ഈമാനിന്റെ വിഷയമാണ്. ഹബീബിനെ പുച്ഛിച്ചൊരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും. സാധാരണ മനുഷ്യൻ, നബി സാധാരണ മനുഷ്യൻ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി മലക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. നബി ജിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. നബി സാധാരണ മനുഷ്യനാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കാനാണോ ഈ വാക്ക്? ഇത് ഖുർആനിൽ കടമെടുത്ത വാക്കാണോ? ആണെന്ന് പറയുന്നു അവര്. ഞാൻ പറയട്ടെ, അല്ലാഹു പറഞ്ഞ മുഴുവൻ വാക്ക് നിങ്ങൾ ഉദ്ധരിച്ചില്ലല്ലോ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അവിടെ നിർത്തിയോ ആയത്ത്? ആയത്ത് അവസാനിച്ചോ? ഇല്ല. അവിടെ വഖഫുണ്ടോ? വഖഫുമില്ല. എന്താ ബാക്കി? യൂഹാ ഇലയ്യ, എനിക്ക് വഹി വരുന്നുണ്ട് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, വഹി ലഭിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഞാൻ മലക്കല്ല, ജിന്നല്ല എന്ന് പറയാൻ നബിതങ്ങൾ തെളിയിക്കുന്ന ഈ വാക്ക്. ഞാൻ അല്ലാഹു അല്ല, എനിക്കല്ല നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, എനിക്കല്ല നിങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഞാൻ മനുഷ്യനാണ്, എന്നാൽ വെറും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു നിർത്തിയോ? അല്ലാഹു ഇല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ടല്ലോ. വഹി ലഭിക്കുന്നത് സാധാരണക്കാരന് വഹി വരുന്നുണ്ടോ? അതെന്താ നിങ്ങൾ പറയാത്തത്? വഹി ലഭിക്കുന്ന സാധാരണക്കാരൻ എന്നല്ലേ അവിടെ പറയേണ്ടത്? അത് പറയാതെ വെറും സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മിഅ്റാജിന് കൊണ്ടുപോയ നബിയെ സാധാരണ മനുഷ്യനായി തരം താഴ്ത്തലല്ലേ? പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുമ്പോ ആ കത്തിന്റെ ഉള്ളടക്കം ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് VIP. കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ എന്ന പോലെ നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിക്കാൻ മാത്രം വന്ന ഒരു മെസ്സഞ്ചറാണ് നബിതങ്ങളെന്ന് പറയുന്നത്. ഹബീബിനെ താറടിച്ചു കാണിക്കലല്ലേ? അല്ലേ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ റബ്ബിനോട് സംസാരിച്ച മൂസ നബിയോട്, യാ മൂസ, മൂസ നബിയേ, എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. ലൻ തറാനീ, എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റബ്ബാണ്. അല്ലാഹുവിനെ റബ്ബ് തന്നെ അല്ലാഹു തആല നബിക്ക് കാണിച്ചു കൊടുത്തത്. അല്ലാഹുവിനെ കാണിച്ചു കൊടുത്തില്ലേ? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ كما ترى البدر في تاج من الظلم. قولوا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ونور ركعتنا مربع سريت من حرم ليلا إلى حرم كما ترى البدر في تاج من الظلم. مولاي سلم دائما أبدا على حبيبك خير الخلق كلهم. ഹറമിൽ നിന്ന് ഹറമിലേക്ക്, അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്ക്,
അള്ളാഹുവിന്റെ അദൃശ്യമണ്ഡലങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിനെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനുണ്ടായിട്ടുണ്ടോ എന്റെ സഹോദരാ? ഇത് സാധാരണത്തെ അസാധാരണമായൊരു നബിക്കുണ്ടായിട്ടുണ്ടോ? ലോകത്ത് ഒരു നബിക്കും കൊടുക്കാത്ത ഇസ്റാഉം മിഅ്റാജും അതാരെങ്കിലും നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകില്ലേ? ആ മിഅ്റാജിൽ നബി അല്ലാഹുവിനെ കണ്ടിട്ടില്ലേ? ആ കണ്ടത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ മുഖത്തെ കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് ആയിഷ ബീവിക്കും ഇബ്നു അബ്ബാസ് എന്നവർക്കും റളിയല്ലാഹു അൻഹുമാ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായത്. കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്. മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിലെ കണ്ണുകൊണ്ടാണോ? ആയിഷ ബീവി പറഞ്ഞു, മുഖത്തെ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണുക? അല്ലാഹു അല്ല പറഞ്ഞത്, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല. അപ്പൊ കണ്ണുകൊണ്ടല്ല കണ്ടത് എന്ന് വരും. ഇബ്നു അബ്ബാസ് എന്നവരെ പറഞ്ഞു, ആയിഷ ബീവി ആ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കാണുന്നതിനെ കാണാതെയാക്കാനും കണ്ണുകളെ കൈപ്പെടുത്തുന്നവനല്ലയോ അല്ലാഹു? ഹബീബിനെ ഈ ഭൗതിക ലോകത്ത് നിന്ന് സർവമാന ഭൗതിക സിദ്ധാന്തങ്ങളും ഈ എന്ന എനർജിയുടെ സിദ്ധാന്തം പോലും പൊളിച്ചെഴുതി ഏഴാകാശങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയ അല്ലാഹുവിന് ആ ഹബീബിനെ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? തടി കൊണ്ടല്ലേ ഹബീബ് ഇസ്റാഉം മിഅ്റാജും പോയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുവന്ന നബിയല്ലേ, ഇസ്റാ ഉണ്ടായ നബിയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊന്നും കാണാതെ നബി സാധാരണക്കാരൻ എന്ന് നിങ്ങൾ ഈ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബിക്ക് നിങ്ങൾ അർഹിക്കുന്നതിലേറെ കൊടുക്കണ്ടെന്നോ? ഇത് നബിക്ക് അർഹിക്കുന്നതല്ലേ? ഇതൊരു സാധാരണക്കാരനുണ്ടാകുന്ന വിഷയമാണോ? ഇങ്ങനെ ഹബീബിന്റെ മുഅ്ജിസത്തുകളെ, ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി വിശ്വസിക്കാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കണ്ട ഒരു പച്ച മനുഷ്യനെന്ന് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ. ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തി വർത്തമാനം പറഞ്ഞാൽ, ഒരു വാക്ക് ഹബീബിനെ അനാദരവായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് ശരീഅത്തിന്റെ നിയമം. നിസ്കരിക്കാതിരുന്നാൽ ഞങ്ങളിത് പറയൂല, നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ ഇത് പറയില്ല ശരീഅത്ത്. ഹബീബിനെ മോശപ്പെടുത്തി സാറടിച്ചു കാണിക്കാൻ, ഹബീബിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരന്റെ വേഷം നബിക്ക് കാട്ടുന്നതെങ്കിൽ പേടിക്കണം, പേടിക്കണം. ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും, ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും. ഹബീബിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? എല്ലാം സാധാരണത്വം. ഹബീബിന്റെ ചരിത്രം വായിക്കാൻ, ഹബീബിന്റെ മുഅ്ജിസത്ത് വായിക്കാൻ. നബിയെ പറ്റി ആരെങ്കിലും മലക്കാണെന്നോ ജിന്നാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥമുണ്ട്. അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് ഹബീബ് മലക്കാണ് ജിന്നാണ് എന്ന്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, നബി മനുഷ്യർ തന്നെയാണ്. അവിടെ നിർത്തരുത്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമരല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിയെ പറ്റി സാധാരണക്കാരനെന്ന് ഇനിയെങ്കിലും പറയല്ലേ, നിന്റെ മിമ്പറിൽ കയറി പ്രസംഗിക്കല്ല. ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട്, ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട് ഞങ്ങൾക്ക്. ഇത് പറയില്ല, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ വിവരക്കേടാണെന്ന് മനസ്സിലാക്കാം. ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നിഫാഖിന്റെ അടയാളമാണ്. പറഞ്ഞു പോവല്ലിൻ. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ, എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത്. എന്റെ നബിയെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഒച്ച വെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ നബിയുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. എന്താ സംഭവിക്കുക? ആരോടായി പറയുന്നത്?
നബിയുടെ കൂടെ ഹജ്ജ് ചെയ്ത സ്വഹാബികളോട്, നബിയുടെ കൂടെ ഉംറ ചെയ്ത സ്വഹാബികളോട്, ഹബീബിന്റെ കൂടെ 27ഓളം ഗസ്വത്തുകളിൽ പോയ സ്വഹാബിമാരോട്, ബദറിലും ഉഹദിലും നബിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ചോര ചിന്താൻ ഇറങ്ങിയ സ്വഹാബികളോട് അല്ലാഹു പറയുന്ന വാക്ക് സൂറത്തുൽ ഹുജറാത്ത് എടുത്തു നോക്കി. എന്റെ നബിയേക്കാൾ ശബ്ദമുയർത്തരുത്. എന്താ നടക്കുക? നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. നിങ്ങൾ പഠിപ്പിക്കുന്നത് തൗഹീദായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നത് നന്മയോ ഇസ്ലാഹോ ആയിരിക്കാം, ഇഹ്സാനോ എന്തോ ആകട്ടെ, ഇതൊന്നും അല്ലാഹുവിന് പ്രശ്നമല്ല. എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ, സ്വഹാബികളോടായി പറഞ്ഞത്, നമ്മളോടാണെങ്കിൽ അർത്ഥം മാറിപ്പോയേനെ. സ്വഹാബികളോടാണ് പറയുന്നത്. മലകളോളം വരുന്ന അമൽ ചെയ്തവർ, എന്താ ബദറിൽ പോയതിന്റെ കൂലി, എന്താ ബദരീങ്ങളുടെ മഹത്വം? لعل الله اطلع على أهل بدر فقال اعملوا ما شئتم فإني غفرت لكم. ബദരീങ്ങളെ, നിങ്ങൾ എന്തും ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ബദരീങ്ങളോടാണ് ഖുർആൻ പറയുന്നത്, എന്റെ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തിയാൽ, ഈ ഒരു ആയത്ത് പഠിച്ചാൽ ലോകത്ത് ബിദ്അക്കാർക്ക് പഠിക്കാൻ എമ്പാടുമുണ്ട്. ഈ ആയത്തിൽ ആശയം മനസ്സിലാക്കണം. ഓരോ എഴുതിവിടുന്ന് നിർത്തിവെക്കാൻ ഇനി സമയമായിട്ടുണ്ട്. എന്റെ നബിയേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. നിങ്ങളത് അറിഞ്ഞില്ല എന്ന് വരും. എങ്ങനെ? നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട, നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട. എന്റെ റസൂലിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഗൗരവമുള്ളത് കൊണ്ടാണ് ഞാൻ അത്രക്ക് പക്ഷയിൽ പറയുന്നത്. ഇതിലെനിക്ക് വേദനയുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് നബിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സദസ്സാണിത്. അമുസ്ലിമീങ്ങൾക്ക് ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച സദസ്സാണിത്. പക്ഷേ നമുക്കിടയിൽ സംശയക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയം അനുവദിക്കുകയാണ്. അല്ലാഹുവിനോട് തിരിച്ചു വരണം, തൗബ ചെയ്ത് മടങ്ങണം. ഹബീബിനെ താറടിക്കുന്ന പദപ്രയോഗം നടത്തല്ല. ഹബീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ? നീ പരിഭാഷകൾ എടുത്തു നോക്കി. പരിഭാഷ നീ, അവൻ, റസൂല്, ആര്? പ്രവാചകൻ, അവൻ. അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം? ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഈസ നബിയെക്കാളും ഈസ നബിയുടെ പേര് പറഞ്ഞത്ര നിങ്ങളുടെ ഖുർആനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര, ശരി തന്നെയാണ്. എന്റെ കാരണം എന്നറിയോ? എല്ലാ നബിമാരെയും അല്ലാഹു പേരിട്ടാ വിളിച്ചത്. യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. നമ്മളെ നബിനെ കുറിച്ച് അല്ലാഹു അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചത് 4 വാക്കുകളാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായോരേ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായവരെ. യാ അയ്യുഹൻ നബിയു, ഓ നബിയായവരെ. അല്ലാഹു വിളിക്കാൻ പറ്റാത്തോണ്ടാ യാ മുഹമ്മദ് എന്ന്. എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു പോലും വിളിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഖുർആനിൽ പ്രയോഗിച്ചത് നബിയെ പരിചയപ്പെടുത്തുമ്പോഴാണ്. മുഹമ്മദ് നബി റസൂലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. നബിയോട് ഡയറക്റ്റ് പോലും അല്ലാഹു ഓ റസൂൽ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചുകൂടെ? അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ നിന്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ? അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ? പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആപ്പുകൾ
കിട്ടിയേക്കാം പരിഭാഷയുടെ അവൻ 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 എന്ന് നീ എന്ന് ഹബീബിനെ പറയുന്നിടത്ത് ഹബീബിനെ പറയുമ്പോൾ നീ എന്നോ അവനെന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. ഞാൻ